അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന്, വളരെ എളുപ്പത്തിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് മാത്രം നമുക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റിയ ഒരു ചെറിയ ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെയുള്ള ദുആകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്ന ഈ ദുആകൾ നിങ്ങൾ വെറും നിസ്സാരമാക്കി കളയുന്നതും തള്ളിക്കളയുന്നതും ഒക്കെ അറിഞ്ഞുകൊണ്ടും ചെയ്യാതിരിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വളരെ വളരെ വലിയ ഒരു തെറ്റാണ്. കാരണം അത്രയ്ക്ക് മഹത്വമേറിയ, അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള, നിങ്ങൾ കുറച്ച് മനസ്സ് വെച്ചാൽ നിങ്ങൾ വെറും കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം മറിയുന്നതാണ്. കാരണം നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ ഈ ദിക്റിന്റെ മഹത്വങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് നിങ്ങൾ ഈ ദുആകൾ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും ഉണ്ടാകും. ഈ ദുആ ചൊല്ലിയാൽ കിട്ടുന്ന കുറച്ച് നേട്ടങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ദുനിയാവിലെ സർവ നന്മകളും അനുഗ്രഹങ്ങളും നമ്മൾക്ക് ലഭിക്കുന്നതാണ്. പരലോകത്ത് സർവ നന്മകളും ലഭിക്കും. ഈ ദുആ നരക ശിക്ഷയിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുന്നതാണ്. ഇരു ലോകത്തും നമുക്ക് വളരെ വളരെ പ്രയോജനം നൽകുന്ന, വിജയം നൽകുന്ന, കാത്തു സൂക്ഷിക്കുന്ന ഈ ദുആ ഒരു പ്രധാന സമയത്ത്, ഒരു നിശ്ചിത സമയത്ത് നമ്മൾ ചൊല്ലിയാൽ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് എങ്കിൽ ആ കടങ്ങൾ എല്ലാം കിട്ടുവാനുള്ള ഒരു വഴി അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തുറന്നു തരും. ഇനി ജോലി ഇല്ലാത്തവരാണ് ചെല്ലുന്നത് എങ്കിൽ ജോലി ലഭിക്കും. മക്കൾക്ക് ജോലി ഇല്ലാതെ ഉമ്മമാരാണ് ഇത് ചെല്ലുന്നത് എങ്കിൽ മക്കൾക്ക് അല്ലെങ്കിൽ ഭർത്താവിന് വളരെ പെട്ടെന്ന് ജോലി ലഭിക്കും. ഇനി ജോലി ഉള്ളവരാണ് ചെല്ലുന്നത് എങ്കിൽ, ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ അവരുടെ ബിസിനസ്സിൽ, കച്ചവടത്തിൽ ഉയർച്ച ഉണ്ടാകും. എല്ലാ ബുദ്ധിമുട്ടുകളും, പ്രയാസങ്ങളും, വിഷമങ്ങളും നീക്കിക്കളയും ഇത് പതിവാക്കുകയാണെങ്കിൽ. പിന്നെ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും പടച്ചറബ് നോക്കിക്കോളും. ഒരിക്കലും ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒരു സ്ത്രീ വളരെ വിഷമത്തോടു കൂടി ചെന്നിട്ട് പറയുകയാണ്, എൻ്റെ ഭർത്താവ് വളരെ വിഷമത്തിലാണ്. അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അയാളുടെ മുഖം മങ്ങിയ അവസ്ഥയിലാണ്, എപ്പോഴും അങ്ങ് ദുഃഖിച്ചിരിക്കുകയാണ്. അന്നേരം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് അങ്ങനെ ദുഃഖാവസ്ഥയിൽ ഇരിക്കാനുള്ള കാരണം എന്താണെന്ന് തിരക്കി. അന്നേരം ആ സ്ത്രീ പറയുകയുണ്ടായി, എൻ്റെ ഭർത്താവിൻ്റെ കച്ചവടം വളരെ പരാജയകരമായി ഇരിക്കുക അവസ്ഥയിലാണിപ്പോൾ, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നത്. അന്നേരം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒരു പരിഹാര മാർഗം പറഞ്ഞു കൊടുത്തു. അതെന്താണെന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ 17 വട്ടം ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ദിക്ർ നിങ്ങൾ ചൊല്ലണം. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഇത് സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. ഇത് 201-ാമത്തെ ആയത്താണ് ഇത്. ഇതിന്റെ അർത്ഥം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് ദുനിയാവിൽ നീ നല്ലത് തരയണമേ, പരലോകത്ത് നീ നല്ലത് തരയണമേ, നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ എന്നാണ് ഈ ഒരു ആയത്തിന്റെ അർത്ഥം വരുന്നത്. നമുക്കിത് ചെല്ലാൻ കുറച്ച് സെക്കൻഡുകൾ മാത്രം മതി. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വളരെ പെട്ടെന്ന് ചൊല്ലിത്തീർക്കാൻ പറ്റുന്ന ഒരു ആയത്താണ് ഇത്. നമ്മൾ മനസ്സറിഞ്ഞ് ഓതുകയാണ് എങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ഉപ്പമാരുടെ ജീവിതത്തിൽ വളരെ വളരെ പ്രയാസകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ അത് എല്ലാം നീങ്ങി കിട്ടുന്നതാണ്. ഇത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ ഉടനെ 17 വട്ടം ചൊല്ലുക. 17 വട്ടം നമ്മൾ ചൊല്ലിയാൽ മതി. നമുക്ക് വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇത് ഇന്ന് തന്നെ ചൊല്ലി തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് ഓതാം, ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് ഓതാം, മക്കൾക്ക് ആർക്ക് വേണമെങ്കിലും പരസ്പരം ഓതാവുന്നതാണ്. ഹൈറായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.